ഒരു ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിന്റെ ഉള്ളിലുള്ളൊരു കാസ്റ്റ് പരമായിട്ടുള്ള ചർച്ച ഇതുവരെ എവിടെയും കേട്ടിട്ടില്ല. അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ? ട്രാൻസ്ജെൻഡർ ആണോ, പിന്നെ ജാതിയും മതവും നോക്കേണ്ട കാര്യമില്ല. എൻ്റെ ജാതിയോ എൻ്റെ മതമോ അല്ല പ്രശ്നം, ജെൻഡറാണ് പ്രശ്നം. കോടതിയിൽ നിന്ന് ഞങ്ങൾക്കൊരു പോസിറ്റീവ് ഓർഡർ കിട്ടിയിട്ട് പോലും എന്തുകൊണ്ടത് കേരള ഗവൺമെന്റ് നടപ്പിലാക്കിയില്ല എന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. ട്രാൻസ്പാരൻസ് ആയിട്ടുള്ള സഹദം ചെയ്യും. അവരുടെ കുട്ടിക്ക് ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടാത്ത അവസ്ഥ വന്നു. അവർക്ക് എന്തുകൊണ്ടാണ് ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കാത്തത്? നമ്മളൊരിക്കലും സയൻസിനെ നമ്മളൊരിക്കലും കുറ്റപ്പെടുത്തുന്നില്ല. നമ്മൾ പറയുന്നത് ഫാദർ മദറിന് വേണമെന്ന് എവിടെയും ആവശ്യപ്പെട്ടിട്ടില്ല, പാരന്റ് എന്ന് വേണമെന്നേ ആവശ്യപ്പെട്ടുള്ളൂ. ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് തേർഡ് ജെൻഡർ ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ജെൻഡർ പുരുഷനാണോ, സെക്കൻഡ് ജെൻഡർ സ്ത്രീയാണോ, തേർഡ് ജെൻഡർ ട്രാൻസ്ജെൻഡർ ആണോ എന്നുള്ളത് ഭയങ്കര ഒരു കുഴപ്പിക്കുന്ന ഒരു സംഭവമാണ്. അത് നമുക്കൊരു ലോജിക് ഇല്ലാത്തൊരു സംഭവമാണ്. ഞങ്ങൾക്ക് വെങ്കലം അടിച്ചു തന്നു, ഇനി സ്വർണ്ണം ഉണ്ട്, വെള്ളിയുണ്ട്, വെള്ളി ആർക്കാണ്, സ്വർണ്ണം ആർക്കാണ് എന്നാണ് തീരുമാനം. നമസ്കാരം, ഗ്ലോബൽ വില്ലേജിലേക്ക് സ്വാഗതം. ഞാൻ സൂര്യ സുജി. ഇന്ന് നമ്മുടെ കൂടെ ഗസ്റ്റ് ആയിട്ടുള്ളത് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിലെ ആദ്യത്തെ അഭിഭാഷകയായ അഡ്വക്കേറ്റ് പത്മലക്ഷ്മിയാണ്. നമസ്കാരം. ഈ ആദ്യത്തേതെന്ന് പറയുമ്പോൾ ആളുകൾ നോക്കിക്കാണുമ്പോൾ അംഗീകാരമാണ്. ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ആദ്യത്തെ അഡ്വക്കേറ്റ് ആളുകൾ കോൺഫിഡൻസോടെ നോക്കിക്കാണുന്നുണ്ട്. പക്ഷെ ആദ്യത്തേതെന്ന് പറയുമ്പോൾ ഒരു പ്രഷറും കൂടിയാണ്. നമുക്ക് ഇനി വരുന്ന ആളുകൾക്ക് ഒരു പ്രചോദനം, ഒരു മോഡലൊക്കെ ആവണം. ആ ഒരു പ്രഷറിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു? അതായത് കേരളത്തില് ആദ്യത്തെ അഭിഭാഷക എന്ന നിലയിൽ ഞാൻ മുന്നോട്ട് വന്നപ്പോൾ, അതായത് എൻ്റെ ജീവിതം സ്റ്റാർട്ട് ചെയ്തത് മാർച്ച് 19 അതായത് എൻ്റെ അഭിഭാഷക ജീവിതം ആരംഭിക്കുന്നത്. നല്ല പ്രഷറുള്ളൊരു, അതായത് ഒത്തിരി ഉത്തരവാദിത്തങ്ങളുണ്ട്. ഈ ഒരു അതായത് ഒത്തിരി ഉത്തരവാദിത്തം ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും പ്രധാനമായിട്ടും പറയുന്ന ആളുകൾ പറയും ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഉത്തരവാദിത്തം എന്തെന്ന് വെച്ചാൽ എൻ്റെ കമ്മ്യൂണിറ്റി ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ ചെറുതല്ല. മാർജിനലൈസ് ചെയ്യപ്പെട്ടതിൽ മാർജിനലൈസ് ചെയ്യപ്പെടുന്നത്, അധികവൽക്കരിക്കപ്പെട്ടതിൽ അധികവൽക്കരിക്കപ്പെട്ടത് എന്ന് പിന്നെയും എടുത്ത് പറയേണ്ടതായിട്ട് വരും. മോസ്റ്റ് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയാണ്. അതായത് അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി എന്നൊക്കെ പറഞ്ഞാൽ അപ്പുറം മോസ്റ്റ് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി. ഈ അപ്പോൾ പ്രശ്നങ്ങൾ കുറേ ഉണ്ട്. അപ്പൊ ഈ പ്രശ്നങ്ങളിൽ എന്തൊക്കെ എന്നെ കൊണ്ട് സോൾവ് ചെയ്യാൻ സാധിക്കും എന്നതായിരുന്നു ആദ്യത്തെ എൻ്റെ ചിന്ത. അത് ഏകദേശം എൻ്റെ 1 വർഷത്തെ പ്രാക്ടീസിന്റെ ഒരു ടൈമിൽ എനിക്ക് ഒന്നാമത്തെ എൻ്റെ ഒരു ഗോൾ ഞാൻ സെറ്റ് ചെയ്തിരുന്നു. റിസർവേഷൻ വേണമെന്നുള്ളത്. അത് ഞാൻ കോടതിയിൽ പോയി, അതിന് അനുകൂലമായിട്ടുള്ള വിധി ഉണ്ടായി. കേരളത്തിൽ ഹൊറിസോണ്ടൽ റിസർവേഷൻ 6 മാസത്തിനകം നടപ്പിലാക്കണമെന്ന് കേരള ഹൈക്കോടതിയുടെ ഡയറക്ഷൻ വാങ്ങിക്കുകയും ഉണ്ടായി. അപ്പോൾ എൻ്റെ ആദ്യത്തെ ഒരു എൻ്റെ ലൈഫിലത്തെ ഒരു വലിയൊരു ആഗ്രഹമാണ്. കാരണം എനിക്ക് എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം. സോ അത് ഞാൻ ചെയ്തു. അത് കഴിഞ്ഞപ്പോഴും ഉടനെ തന്നെ അടുത്തത് ഞങ്ങളിപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചു. അടുത്തത് സെറ്റ് ചെയ്തത് ട്രാൻസ്പാരൻസ് ആയിട്ടുള്ള സഹദം ചെയ്യും. അവരുടെ കുട്ടിക്ക് ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടാത്ത അവസ്ഥ വന്നു. അപ്പൊ ഞങ്ങൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു അതെന്തുകൊണ്ട് കിട്ടുന്നില്ല, അവർക്ക് എന്തുകൊണ്ടാണ് ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കാത്തത്? അപ്പൊ അതിൽ പറയുന്നത് സ്ത്രീയാണ് പ്രസവിക്കുള്ളൂ. ട്രാൻസ്മെന് ട്രാൻസ് വിമൺ, നമ്മൾ ഒരിക്കലും സയൻസിനെ നമ്മളൊരിക്കലും കുറ്റപ്പെടുത്തുന്നില്ല. നമ്മൾ പറയുന്നത് ഫാദർ മദറിന് വേണമെന്ന് എവിടെയും ആവശ്യപ്പെട്ടിട്ടില്ല, പാരന്റ് എന്ന് വേണമെന്നേ ആവശ്യപ്പെട്ടുള്ളൂ. അത് പ്രകാരം നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പ് എടുത്തു, അത് വിജയിച്ചു. അതിനകത്ത് നമ്മൾക്ക് ഈ പറയുന്ന പോലെ ഒരു മീൻസ് എനിക്ക് എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഞാൻ കാണുന്ന ഏറ്റവും വലിയ ഹാപ്പിനെസ്. പിന്നെ ആസ് എ അഡ്വക്കേറ്റ് എൻ്റെ ജോലിയാണ്. എല്ലാവരും ഇപ്പൊ ഇങ്ങനെ പറയുമ്പോൾ ഒരുപാട് ആൾക്കാർ വിചാരിക്കും ഇവര് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി മാത്രമേ വാദിക്കുള്ളൂ. എന്നാ അല്ല, തീർച്ചയായിട്ടും ഇവിടെ നടക്കുന്ന ക്രിമിനൽ കേസുകളിനകത്തും കൂടുതലായിട്ടും അപ്പിയർ ചെയ്യുന്നുണ്ട്. അത് എന്താ എല്ലാത്തിലും നമ്മുടെ ഇത് പറയുന്ന പോലെ എല്ലാത്തിലും ഒരു 2 വശമുണ്ടല്ലോ.
അതിനകത്ത് നീതിയുടെ കാര്യങ്ങൾ കോടതിയിൽ പറയുക എന്നുള്ള ഉത്തരവാദിത്തമാണ് എനിക്കുള്ളത്. അത് ഞാൻ ചെയ്യുന്നുണ്ട്. എല്ലാ കേസുകളും നമ്മൾ എടുക്കുന്നുണ്ട്. കൂടുതലും ക്രിമിനൽ കേസുകളാണ് ചെയ്യുന്നത്. ക്രിമിനൽ അഭിഭാഷകയായിട്ടാണ് മുന്നോട്ട് ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രഷർ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. പ്രഷർ സന്തോഷപൂർവ്വം ഏറ്റെടുക്കുന്നു, ഒരു ദൗത്യമായിട്ട് സന്തോഷപൂർവ്വം ഏറ്റെടുക്കുന്നു. അതൊരു ഉത്തരവാദിത്തമാണ്. ഇപ്പോ ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ എന്നെ ഒരു കുട്ടി വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടുത്തെ ഡിസ്ക്രിമിനേഷൻ സഹിക്കാൻ പറ്റുന്നില്ല. എന്റെ ഒരു ട്രാൻസ് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ എന്റെ വിദ്യാഭ്യാസം നിർത്താൻ പോവാണ്. അവള് എന്ന് പറഞ്ഞു ഫിസിഷ്യൻ, അവള് ചെയ്തുകൊണ്ടിരുന്ന കോഴ്സ് അങ്ങനെ ഒരു നല്ലൊരു കോഴ്സായിരുന്നു. ഏതാ കോഴ്സ് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. നല്ലൊരു ജോലി സാധ്യതയുള്ള കോഴ്സായിരുന്നു. പക്ഷെ അവൾക്ക് എന്താ പറയുക, ഡിസ്ക്രിമിനേഷൻ കാരണം അവൾക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ലാത്ത അവസ്ഥ വന്നു. അവൾ നിർത്താൻ പോവാന്ന് പറഞ്ഞു. ഇപ്പോൾ ആ പ്രശ്നമാണ് ഇനി അടുത്തത്. അത് ഇമ്മീഡിയറ്റ് ആയിട്ട് അത് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഇടങ്ങളിൽ അഡ്രസ്സ് ചെയ്യപ്പെടണം. അവൾക്ക് മുന്നോട്ട് പോകാനുള്ള വഴി ഉണ്ടാക്കണം. അങ്ങനെ ഓരോ നമ്മളെ സമീപിക്കുന്നുണ്ട്. അത് അവരത്രയും നമ്മളെ നമ്മളോടൊരു വിശ്വാസം, നമ്മളോടൊരു സ്നേഹം ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ അതിനോടൊപ്പം നിൽക്കാൻ സാധിക്കുന്നു, സന്തോഷമാണുള്ളത്. ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് തേർഡ് ജെൻഡർ ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ജെൻഡർ പുരുഷനാണോ, സെക്കൻഡ് ജെൻഡർ സ്ത്രീയാണോ, തേർഡ് ജെൻഡർ ട്രാൻസ്ജെൻഡർ ആണോ എന്നുള്ളത് ഭയങ്കര ഒരു കുഴപ്പിക്കുന്ന ഒരു സംഭവമാണ്. അത് നമുക്കൊരു ലോജിക്ക് ഇല്ലാത്തൊരു സംഭവമാണ്. ആ ഒരു സ്ഥാനം വെച്ച് ജെൻഡറിനെ അടയാളപ്പെടുത്തുന്നതിനോട് എങ്ങനെയാണ് ഈ ചോദ്യം ഞാൻ പലപ്പോഴും പല പ്രോഗ്രാമുകളിനകത്ത് പങ്കെടുക്കുമ്പോഴും പല ടോക്ക് ഷോകളിൽ പങ്കെടുക്കുമ്പോഴും ഞാൻ കേട്ടിരിക്കുന്ന കേൾവിക്കാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഞങ്ങൾക്ക് വെങ്കലം എന്തായാലും കിട്ടി, ഞങ്ങൾക്ക് വെങ്കലം അടിച്ചു തന്നു, ഇനി സ്വർണം ഉണ്ട്, വെള്ളിയുണ്ട്, വെള്ളി ആർക്കാണ് സ്വർണം ആർക്കാണ് എന്നാണ് തീരുമാനം. പക്ഷെ എൻ്റെ ഒരു പ്രോസ്പെക്റ്റീവിൽ ഞാൻ പറയുന്നത് ഓൾ ജെൻഡേഴ്സ് ആർ ഈക്വൽ, അങ്ങനെ വേണം കൺസിഡർ ചെയ്യാൻ. പക്ഷെ കോടതിയുടെ പ്രോസ്പെക്റ്റിൽ കോടതി പറഞ്ഞ ഇങ്ങനെയും ഒരു ജെൻഡർ ഇവിടെ ഉണ്ട്, തേർഡ് ജെൻഡർ എന്നൊരു പ്രോസ്പെക്റ്റീവിലാണ് കോടതി കണ്ടിട്ടുള്ളത്. ആ രീതിയിൽ ആളുകൾ ഇതിനെ പെട്രിയാർക്കി ആയിട്ട് മാറ്റേണ്ട, ആദ്യം പുരുഷൻ പിന്നെ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. ഞങ്ങള് മൂന്ന് എഴുതപ്പെട്ടു പോയി, പക്ഷെ എല്ലാം നോക്കിയാലും ഞാൻ സമ്മതിക്കില്ല. സ്ത്രീ ഇല്ലാതെ എന്താ പറയുക, പുരുഷനില്ല. അപ്പൊ തീർച്ചയായിട്ടും അത് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പൊ അത് ഇനി തീരുമാനിക്കപ്പെടേണ്ടതാണ്. പക്ഷെ എന്റെ പ്രോസ്പെക്റ്റീവിൽ ഓൾ ജെൻഡേഴ്സ് ആർ ഈക്വൽ. ഇവിടെ മറ്റേ ഇതിൽ പറയുമല്ലോ, മേരിക്കുട്ടിയിൽ പറയില്ലേ, കഴിവിന്റെ ലോകമാണ്. തീർച്ചയായിട്ടും ഇവിടെ കഴിഞ്ഞാൽ കഴിവിന്റെ ലോകമാണ്. റിസർവേഷനെ കുറിച്ച് ഒരുപാട് സംസാരിച്ച ഒരാളാണ്, റിസർവേഷന് വേണ്ടി പോരാട്ടം ചെയ്ത ഒരാളാണ്. ഇപ്പോൾ നമ്മുടെ ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ തന്നെ ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ഒരു ഉയർന്ന ജാതിയിൽപ്പെട്ട ഒരാൾക്ക് അവരുടെ ഒരു ഐഡന്റിറ്റി തുറന്നു പറയാൻ കുറച്ചുകൂടി എളുപ്പമാണ് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഒരു ട്രാൻസ്ജെൻഡർ ഒബീസിൽ വരുന്ന ഒരു വ്യക്തിക്ക് അവരുടെ ഒരു ഐഡന്റിറ്റി പറയാൻ കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആണെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഒരു ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിന്റെ ഉള്ളിലുള്ളൊരു കാസ്റ്റ് പരമായിട്ടുള്ള ചർച്ച ഇതുവരെ എവിടെയും കേട്ടിട്ടില്ല. അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ അറിയാൻ വേണ്ടി ചോദിക്കാം. ആദ്യത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ട്രാൻസ്ജെൻഡർ ആണോ പിന്നെ ജാതി മതം നോക്കേണ്ട കാര്യമില്ല. എന്റെ വ്യൂ ആട്ടോ ഞാൻ പറയുന്നത്. ഇപ്പൊ എൻ്റെ ഒരു വ്യൂ ആയിട്ട് പറയുന്നതാണ്. ഇപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞല്ലോ, ട്രാൻസ്ജെൻഡർ ആയ വ്യക്തി ഉന്നത കുലജാതയോ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് പെട്ടെന്ന് തന്നെ അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുവാൻ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാൽ അങ്ങനെ ഒരു സംഭവം ഇല്ല. ഇതിന്റെ ഉള്ളിൽ ജാതി, മതം, ഇതിന്റെ ഉള്ളിൽ സമൂഹം ഉണ്ടാക്കി വെച്ചിട്ടുള്ള കുറെ കെട്ടുപാടുകളുടെ പ്രശ്നങ്ങൾ മാത്രമാണുള്ളത്. ഇതിന്റെ ഉള്ളിൽ സമൂഹം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ഇതാണ്, ട്രാൻസ് ആണോ, അത് എറണാകുളത്ത് വന്നതിന്റെ കുഴപ്പമാണ് എന്ന് പറയുന്നവരുണ്ട്. നെറ്റ്ഫ്ലിക്സ് കണ്ടു തുടങ്ങിയതിന്റെ കുഴപ്പമാണ് എന്ന് പറയുന്നവരുണ്ട്. പിന്നെ ഇത് തോന്നിവാസാണ് എന്ന് പറയുന്നവരുണ്ട്. ഇതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തത ഇല്ലാത്തതിന്റെ കുറെ പ്രശ്നങ്ങളാണ്. ആസ് എ പേഴ്സൺ എന്താ പറയാ, ഒരു ലോയറിന്റെ പ്രോസ്പെക്റ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ വിവരമില്ലായ്മയല്ല, ബോധമില്ലായ്മയാണ്. വിവരമില്ലാതെ അത് ഞാൻ പറയേയില്ല. കാരണം നമ്മുടെ ഫോൺ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഭാഗമാണ്. അതിലൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ നമുക്ക് ഏറ്റവും ഒതന്റിക് ആയിട്ടുള്ള പേജുകളുണ്ട്.
ആ പേജുകൾ നോക്കിക്കഴിഞ്ഞാൽ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇങ്ങനെയാണ് കാര്യങ്ങൾ. ഈ വ്യക്തി ഒരു ട്രാൻസ് പേഴ്സൺ ആണ്. ഇപ്പോൾ ഒരാൾ ട്രാൻസ് പേഴ്സൺ ആണ്, ഒരു ട്രാൻസ് മെൻ ആണ്, ഉന്നത കുലജാതനായി ജനിച്ചു എന്ന് വെച്ച് അവർക്ക് എളുപ്പമാണെന്ന് ഞാൻ പറയില്ല. ഈ സമൂഹത്തിലോട്ട് തന്നെയല്ലേ വരേണ്ടത്. ഈ സമൂഹം എങ്ങനെ കാണും എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോഴും കേരള ഹൈക്കോടതിയിലുള്ള അവിടെയും എന്താ പറയുക, അവിടുത്തെ ഒരു ഒരു ഇഷ്യൂ അവിടെ ഇപ്പോഴും ഉണ്ട്. അത് ഏത് തരത്തിലാണെന്നുള്ളത് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അവിടെ ഇപ്പോഴും ഈ പറയുന്ന പോലെ തന്നെ ഒരു ട്രാൻസ് പേഴ്സണായി എന്നെ അംഗീകരിക്കാത്ത കുറെ ആളുകളുണ്ട്. അപ്പോ എന്റെ ജാതിയോ എന്റെ മതമോ അല്ല പ്രശ്നം, ജെൻഡറാണ് പ്രശ്നം. അപ്പോ പിന്നെ സമൂഹത്തിൽ തന്നെ ഒരു ഇതുണ്ട്, ഒരു ടോക്കുണ്ട്, സ്ത്രീകൾ ക്രിമിനൽ കേസ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല. പക്ഷെ എൻ്റെ അറിവിൽ ഏറ്റവും സുന്ദരമായി ബ്യൂട്ടിഫുൾ ആയിട്ട് ക്രിമിനൽ കേസ് പറയുന്നത് സ്ത്രീകളാണ്. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് അതായത് ആ കേസ് പഠിച്ച് ഏറ്റവും സുന്ദരമായിട്ട് പ്രസന്റ് ചെയ്യുന്നത് എൻ്റെ അറിവിലുള്ള എനിക്ക് അറിയാവുന്ന അഭിഭാഷക വളരെ സുന്ദരമായിട്ട് കേസ് പറയും. അത്ര നല്ലോണം ഒബ്സർവ് ചെയ്യുന്നത് സ്ത്രീകളാണ്. അത് ഞാൻ എല്ലാവരും ഇല്ല ഞാൻ പറയുന്നത്, വളരെ പാഷനോട് കൂടി ഈ പ്രൊഫഷനിൽ നിൽക്കുന്ന കുറച്ച് സ്ത്രീകളുണ്ട്. അവരെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്, എല്ലാവരും ഞാൻ പറയുന്നില്ല. ഈ അഡ്വക്കേറ്റ് പത്മലക്ഷ്മി ആ ഒരു ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്ന വിദ്യാഭ്യാസം കൊണ്ട് മാത്രമാണ് ഇപ്പൊ നമ്മൾ ഇവിടെ ഇരുന്ന് ഇന്റർവ്യൂ ചെയ്തത് പോലും ആ ഒരു വിദ്യാഭ്യാസത്തെ ഊന്നിപ്പിടിച്ച് ലക്ഷ്യസ്ഥാനത്ത് എത്തി. അത് വലിയൊരു കാര്യമാണ്. അപ്പോൾ അതുപോലെ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള വ്യക്തികൾ ഈ വിദ്യാഭ്യാസം ലാക്ക് ചെയ്യുന്നത് കൊണ്ട് ഒരു പ്ലേസിലെത്താൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്. കേരള ഗവൺമെന്റ് എന്തൊക്കെ കാര്യങ്ങളാണ് അല്ലെ എന്തൊക്കെ ഒരു സ്റ്റെപ്സ് ആണ് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയെ കുറച്ചുകൂടി ഒരു മെച്ചപ്പെട്ട രീതിയിൽ എത്തിക്കാൻ ചെയ്യേണ്ടത്? ഇപ്പോൾ സർക്കാർ തരുന്ന ഒരുപാട് ട്രാൻസ്ജെൻഡറിന് അനുകൂലമായിട്ടുള്ള പോളിസീസ് ഉണ്ട്, ജോലി കൊടുക്കുന്നുണ്ട്, കൃത്യമായി അവരെ അംഗീകരിക്കുന്നുണ്ട്. ഇനി എന്തൊക്കെയാണ് നിങ്ങൾ സർക്കാരിൽ നിന്ന് വേണമെന്ന് ആഗ്രഹിക്കുന്നത്? ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, റിസർവേഷന്റെ പേരിൽ ഞങ്ങൾ വളരെ ശക്തമായ പോരാട്ടം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോടതിയിൽ നിന്ന് ഞങ്ങൾക്കൊരു പോസിറ്റീവ് ഓർഡർ കിട്ടിയിട്ട് പോലും എന്തുകൊണ്ട് അത് കേരള ഗവൺമെന്റ് നടപ്പിലാക്കിയില്ല എന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. കേരള ഗവൺമെന്റ് അതിനകത്തൊരു IA ഫയൽ ചെയ്തിട്ടുണ്ട്. IA ഫയൽ ചെയ്തിരിക്കുന്നത് ഞങ്ങൾക്ക് ഇനിയും സമയം വേണമെന്നാണ്. അത് ഒരു പിന്തിരിപ്പൻ നയം തന്നെയാണ്. തീർച്ചയായിട്ടും ഒരിക്കലും അത് അംഗീകരിക്കാൻ സാധിക്കാത്തതും കൂടിയാണ്. ശരിയാണ്, അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു പേപ്പർ വർക്ക് എടുക്കാനുള്ള ടൈം വേണം. അതിനാണ് നമ്മുടെ ഉദ്യോഗസ്ഥരുള്ളത്. നമ്മുടെ ഉദ്യോഗസ്ഥർ വർക്ക് ചെയ്യണം. കാരണം എന്നെങ്കിലും ഒരു ദിവസം ഞങ്ങൾക്ക് കിട്ടേണ്ട ഒരു ഫ്രൂട്ട് അല്ല ഇത്. ഞങ്ങളില് 4 PG എടുത്ത കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഉണ്ട്. അവർക്കൊക്കെ ഏജ് കൂടുകയാണ്. അവർക്ക് അവരുടെ ജീവിതത്തിൽ ആഗ്രഹങ്ങൾ ഉണ്ടാവും. ഒരു ദിവസം ഒരു ഗവൺമെന്റ് എംപ്ലോയി ആയിട്ടിരിക്കണം. ആ ആഗ്രഹത്തിനൊപ്പം നിൽക്കണം. അപ്പോൾ ആസ് എ പേഴ്സൺ, ആസ് ആൻ ലോയർ, ഞാൻ പറയുന്നത് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും തീർച്ചയായിട്ടും കുറെ പദ്ധതികളുണ്ട്. കരുതൽ പദ്ധതി ഉണ്ട്, അതുപോലെ തന്നെ പ്രതീക്ഷ, അങ്ങനെ കുറെ പേരുകളുണ്ട്, പദ്ധതികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വിദേശത്ത് പോയി പഠിക്കുവാനുള്ള പദ്ധതികളുണ്ട്. ഇതിന് ഗുണഭോക്താക്കൾ ആരാണ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. പദ്ധതികൾ ഉണ്ടായിട്ട് കാര്യമില്ല, അത് വേണ്ട തരത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യണം. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു കുട്ടിക്ക് ഡിസ്ക്രിമിനേഷൻ കാരണം ആ കുട്ടി അത്ര അവസ്ഥകൾ ഇല്ലാതെ ആക്കണമെങ്കിൽ ഇവിടെ കുറച്ചും കൂടി സ്ട്രിക്റ്റ് നിയമങ്ങൾ കൂടി വേണം. ഈ പോഷ് ആക്ടിന്റെ പരിധിയിലോട്ട് കൂടി ട്രാൻസ് പേഴ്സണൽ എത്തണം. ഇതൊന്നും പിന്നെ ICC പറഞ്ഞ പോലെ തന്നെ ഇവിടെ TG പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം സെക്ഷൻ 11 പറയുന്നുണ്ട് ഒരു കംപ്ലൈന്റ് സെല്ല് വേണമെന്ന്. അത് എത്ര ഇടത്തുണ്ട്? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ചോദിച്ചാൽ പറയും വേറെ ഒന്നും വേണ്ട, കേരള ഹൈക്കോടതിയിലുണ്ടോ? ഇല്ല. അപ്പോൾ ഇത് വളരെ വിഷമകരമായ കാര്യമാണ്. കുറെ കാര്യങ്ങൾ മാറേണ്ടതായിട്ടുണ്ട്, മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി തീർച്ചയായിട്ടും
എന്താ പറയാ, മോഹൻലാലിന്റെ സിനിമ പറയില്ലേ, തുടരും. അതുപോലെ പോരാട്ടം തുടരും. ഉം. ഇപ്പൊ ഇലക്ഷൻ എല്ലാവരും ടാഗ് ലൈൻ വെച്ച പോലെ ഞങ്ങൾക്ക് മുന്നോട്ട് പോയേ പറ്റൂ. അപ്പോൾ പോരാട്ടം തുടർന്നേ പറ്റുള്ളൂ.